പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഈ വർഷാവസാനത്തിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളെ ഉന്നതമായ അഭിഷേകത്തിൽ നിറച്ചുകൊണ്ട് ക്രിസ്മസിൻ്റെ ചൈതന്യത്തിൽ അങ്ങ് ഞങ്ങളെ ഒരുക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ ഹിതം അറിഞ്ഞ് ജീവിക്കുവാൻ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ച് അങ്ങയാൽ ഐക്യപ്പെട്ട് ജീവിക്കുവാൻ, അങ്ങയുടെ കൃപാവരത്തിൻ്റെ ജീവന സമൃദ്ധിയിൽ ജീവിക്കുവാൻ വേണ്ടിയാണല്ലോ ഈ ദിവസങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയോട് നന്ദിയുള്ള മക്കളായി ജീവിക്കുവാൻ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും വേണ്ടി കർത്താവെ, അങ്ങയുടെ സഹായം, അതിസ്വാഭാവികമായ കൃപകൾ ഞങ്ങൾക്ക് നിറച്ചു നൽകി അനുഗ്രഹിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് അതിനെല്ലാം വേണ്ടി കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ 2026 പ്രവേശിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. നമുക്കറിയാം, വീണ്ടും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ദൈവം നമ്മുടെ കൂടെ എപ്പോഴും സന്നദ്ധനാണ്. ജീവിക്കാനും നമ്മൾ വസിക്കാനും നമ്മെ നയിക്കാനും സന്നദ്ധനാണ്. അപ്പോൾ ദൈവത്തെ നമ്മൾ അതുപോലെ കൂടെ നിർത്തുക. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം, നമ്മൾ ഈ 2025 ദൈവം നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, ഇല്ലേ? ഒത്തിരി അനുഗ്രഹങ്ങൾ. നമ്മൾ അതിനോർത്ത് ദൈവത്തോട് നന്ദി പറയണം, നന്ദിയുള്ള മക്കളായിട്ടിരിക്കണം. ഇന്ന് മനുഷ്യർക്കുള്ള ഒരു പ്രത്യേകത, ഒരു സ്വഭാവമാണ് നന്ദിയില്ലായ്മ. ഇന്ന് കാരണന്മാർ പറയും, മക്കൾക്കൊരു നന്ദിയില്ല. എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം കിട്ടിയാലും മക്കൾക്കൊരു നന്ദിയില്ല. പിന്നെ ഇവിടെ പറയും, നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. കാരണം നമ്മൾ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താലാണ്, ദൈവത്തിൻ്റെ കൃപയാലാണ്. അതുകൊണ്ട് സങ്കീർത്തകൻ 136 സങ്കീർത്തനത്തിൽ 1-ാം വചനം പറയുന്നുണ്ട്, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് കാരുണ്യവാനാണ്. ദൈവം നമുക്ക് ഒത്തിരിയേറെ, നമുക്ക് ഓർത്തേക്ക് ദൈവം തരാത്ത എന്തെങ്കിലും നമുക്കുണ്ടോ? നമ്മുടെ ആരോഗ്യം, നമ്മുടെ കഴിവ്. 1 കൊരിന്ത്യർ 4:7 പൗലോസ് പറയുന്നുണ്ടല്ലോ, അല്ലയോ മനുഷ്യ, ദാനമല്ലാത്തതായി എന്തുണ്ട് നിൻ്റെ ജീവിതത്തിൽ? എല്ലാം ദാനമെന്നിരിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് സ്വന്തം എന്ന പോലെ അഹങ്കരിക്കുന്നു? അപ്പോൾ അതുകൊണ്ട് ഒരു നന്ദിയുടെ ജീവിതം നമുക്ക് ജീവിക്കാൻ സാധിക്കണം. നന്ദി എല്ലാം ദൈവത്തിൻ്റെയാണ്, ദൈവത്തിൻ്റെ അവകാശമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ അധികാരമാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. പക്ഷെ നമ്മളൊക്കെ സാധാരണ ഒരു ചിന്തയുണ്ട്, എന്താണ്? നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് എന്നൊരു ദിവസം ഞാൻ, 2-ാമത്തെ വാക്കാണ് എൻ്റെ, 3-ാമത്തെ വാക്കാണ് എനിക്ക്. എൻ്റെ കഴിവ്, എൻ്റെ സമ്പത്ത്, എൻ്റെ ആരോഗ്യം, എൻ്റെ മക്കൾ, എൻ്റെ ജോലി, എൻ്റെ ബിസിനസ്. പക്ഷെ അങ്ങനൊരു ചിന്ത വരുമ്പോൾ നമ്മൾ നന്ദിയില്ലാണ്ട് വരും. അതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെയാണ്. ഓണർഷിപ്പ്, ഇതിൻ്റെ ഉടമസ്ഥത ദൈവത്തിനാണെന്നും ദൈവമാണ് എല്ലാം നയിക്കുന്നതെന്നും നമ്മൾ അതുപോലെ അറിഞ്ഞ് നമ്മളെ തന്നെ സമർപ്പിക്കണം. അങ്ങനെ ജീവിക്കണം. അങ്ങനെ ഒരു നന്ദിയോടെ ജീവൻ ജീവിച്ചാൽ നമ്മളാരും നമ്മുടേതായ വഴിക്ക് പോകത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം അത് ആഗ്രഹം. നമുക്കറിയാം, പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇസ്രായേൽ ജനം ഒരു നന്ദികെട്ട വർഗം. അങ്ങനെ ഒരു ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരെ കഷ്ടപ്പെട്ടു, മോചിപ്പിച്ചു, ചെങ്കടൽ 2-ആയി പിളർത്തി അവരെ നടത്തി, പാറയിൽ നിന്ന് വെള്ളം നൽകി, മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു, അഗ്നിസ്തംഭത്തിൽ മേഘസ്തംഭത്തിൽ ഞാനവരെ ഒത്തിരി പരിപാലിച്ചു. എൻ്റെ ജനം. എന്നിട്ട് ആ ദൈവത്തെ വിട്ടുപോകുന്ന ജനം. യെശയ്യാ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് വേദനിച്ചു പറയുക, ആകാശമേ കേൾക്കുക, അല്ലേ, ഭൂതലമേ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. കാള അതിൻ്റെ യജമാനനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തരുന്നു. എൻ്റെ ജനം എന്നെ അറിയണില്ല. അപ്പം ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ സ്നേഹിച്ച്, നന്ദി പറഞ്ഞ്, ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തിൻ്റെ മക്കൾ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിന് നമ്മളൊന്ന് ചെന്നാലോചിച്ചേക്ക്, ഈ 2025 എന്തുമാത്രം അനുഗ്രഹങ്ങളെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലേ? നമ്മൾ ഓർക്കണ്ടോ? ഈ ദിവസങ്ങളിൽ പ്രത്യേകം ഓർക്കണം. ഒത്തിരി അപകടങ്ങൾ, നമുക്ക് സംഭവിക്കാമായിരുന്ന അപകടങ്ങൾ, രോഗങ്ങൾ, ചില തകർച്ചകൾ, ചില നാശങ്ങൾ, അതൊക്കെ ഒന്ന് നോക്കുമ്പോൾ സംഭവിക്കാമായിരുന്ന എത്രയോ അവസ്ഥയിൽ നിന്ന് കർത്താവ് ദൈവം നമ്മെ പരിപാലിച്ചത് കൊണ്ടല്ലേ നമ്മളിന്ന് ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? നോർത്തേക്ക്. അപ്പം അതന്നെ ഓർക്കണം.
ഈ സമയത്ത് അതെല്ലാം ഓർത്ത് ദൈവമേ നീ എന്നെ പരിപാലിച്ചു, നീ എന്നെ നയിച്ചു, നീ എന്നെ രക്ഷിച്ചു. അത് നമുക്കറിയാം. ഈ ദിവസങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, എത്രയോ മക്കളെ പെട്ടെന്ന് കുഴഞ്ഞു വീണും ഇന്നിവിടെ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ കോവിഡ് കഴിഞ്ഞതോടുകൂടി, ഇഞ്ചക്ഷനും വാക്സിനേഷൻ കഴിഞ്ഞതോടുകൂടി അല്ലേ, എന്തുമാത്രം ചെറുപ്പക്കാരാ കുഴഞ്ഞു വീണ് മരിക്കണം. കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്ത് ഒരു ഡോക്ടർ, ചെറുപ്പം 40 വയസ്സുള്ളൂ, അതും ഡോക്ടറാ. 2 ദിവസമായിട്ട് എന്തോ ഒരു ഗ്യാസ് ട്രബിൾ പോലെയൊക്കെ തോന്നി അദ്ദേഹത്തിന്. അദ്ദേഹം അത് കാര്യമാക്കിയില്ല. അതും ഹാർട്ടിൻ്റെ സ്പെഷ്യലിസ്റ്റായിട്ടുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്. അങ്ങനെ റൗണ്ട്സിങ്ങിന് പോകുന്ന സമയത്ത് അപ്പോൾ ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞു ചെറിയൊരു അസ്വസ്ഥത. അപ്പോൾ നഴ്സുമാർ പറഞ്ഞു ഡോക്ടർക്ക് ഒന്ന് പോയി കാണും. കുഴപ്പമൊന്നുമില്ല, ഗ്യാസാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അദ്ദേഹം റൗണ്ട്സിങ്ങിന് സമയത്ത് പെട്ടെന്ന് കുഴഞ്ഞു വീണു. ഭാര്യ ഡോക്ടറാ, എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു, ഇത് അങ്കമാലിയിലാണ്, എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. വിളിച്ചു പറഞ്ഞു എടി ഇങ്ങനെ എന്തൊരു അസ്വസ്ഥയുണ്ട്, ഞാൻ ചുമ്മാ ഒന്ന് ECG എടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി. ആ ഭാര്യ വന്നേക്കാന് മുമ്പ് ആൾ മരിച്ചു. അപ്പോൾ എന്നാൽ ഇതൊന്നൊന്നുമല്ല, ഇന്ന് ഇഷ്ടംപോലെ സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇത് ദൈവത്തിൻ്റെ പരിപാലനയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് അതിനെയോർത്ത് നമ്മൾ നന്ദി പറയണം. പിന്നെ എന്താ, ഒത്തിരി പ്രശ്നങ്ങൾ വന്നപ്പോൾ അല്ലേ, പ്രതിസന്ധികൾ വന്നപ്പോൾ, ഒത്തിരി എതിർപ്പുകൾ വന്നപ്പോൾ, നമ്മൾ ഒറ്റപ്പെടുത്തപ്പെട്ടപ്പോൾ, തിരസ്കരിക്കപ്പെട്ടപ്പോൾ, നമ്മളാകെപ്പാടെ മാനസികമായിട്ടൊക്കെ തകർന്നു പോയ നിമിഷങ്ങൾ ഏറെ ഉണ്ടായിട്ടുണ്ടാവും ഈ വർഷമല്ലേ. നോർത്തേക്ക് ആ സമയത്തൊക്കെ നമ്മൾ ആരെ ബലപ്പെടുത്തിയേ, നമ്മളാരെ താങ്ങിയേ? ദൈവമാണ്. എനിക്ക് ഒത്തിരിയേറെ മക്കളെ അറിയാം, അവർ തോറ്റുപോയി, പിന്നെ അതിൻ്റെ പേരിൽ ഡിപ്രഷൻ, അതിൻ്റെ പേരിൽ നിരാശപ്പെട്ടു പോയ മക്കൾ, കുറേ മക്കൾ. ഞാൻ എപ്പോഴും മക്കളെ ദൈവം കൂടെയുണ്ട്, ദൈവം സഹായിക്കും. അങ്ങനെ ദൈവത്തോട് ചേർന്നിരുന്ന് ഇനി ചിലപ്പോഴൊക്കെ നമുക്ക് ഈ പരാജയങ്ങൾ എങ്ങനെ നമുക്ക് നന്ദി പറയാൻ പറ്റുക? എല്ലാത്തിനും നന്ദി പറയാനേ കർത്താവ് പറഞ്ഞേ. എങ്ങനെ പരാജയങ്ങളെ ഓർത്ത് നന്ദി പറയാൻ പറ്റണേ? ചിലർക്ക് പറയും പ്രാർത്ഥിച്ച് മടുത്തു, കിട്ടണില്ല, നിരാശപ്പെട്ടു. പ്രാർത്ഥിച്ചാൽ നമ്മൾ മടുക്കുമോ? നിരാശപ്പെടുമോ? പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും കിട്ടുമോ? എന്ത് കിട്ടും? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടും കിട്ടാതെ പോയാൽ നമുക്ക് എന്താ തോന്നണേ? നന്ദി ഉണ്ടാവോ? നന്ദി ഉണ്ടാവോ? ദേഷ്യം വരും, പരാതി വരും, പിന്നെ പ്രാർത്ഥന നടത്തും. പക്ഷേ ഒന്നും കിട്ടിയില്ലെന്ന് പറയും. എനിക്ക് പ്രാർത്ഥിച്ചാൽ എനിക്കെന്താ കിട്ടണേ? പ്രാർത്ഥിച്ചാൽ എന്താ കിട്ടണേ? ഒരു കാര്യവും നടന്ന് കിട്ടിയില്ലേലും എനിക്കൊരു കാര്യം കിട്ടും. എന്ത് കിട്ടും? എൻ്റെ ദൈവത്തിൻ്റെ ദൈവത്തോടുള്ള ബന്ധം കൂടും. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു, നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടേ? ദൈവത്തിന് വേണ്ടി, ദൈവത്തെ കിട്ടാൻ വേണ്ടി. അപ്പം അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഡിലേ ആവും. ഇങ്ങനെ പറയും, ഡിലേ ഈസ് നോട്ട് എ ഡിനയൽ. വൈകിപ്പോകൽ ഒരിക്കലും അത് കിട്ടാതെ, ഡിനൈ എന്ന് പറയില്ലേ, കിട്ടാതെ പോകുന്ന കാര്യമില്ല. അതിനനുസരിച്ച് ആ സമയത്തിനിടയിൽ എൻ്റെ ദൈവബന്ധം ആഴപ്പെടും, എൻ്റെ വിശ്വാസം ഉറപ്പിക്കപ്പെടും, എൻ്റെ പ്രത്യാശ വളരും. അപ്പം അതുകൊണ്ട് കിട്ടിയില്ലെങ്കിലും എപ്പോഴും എല്ലായ്പ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് ആളുകൾക്ക് ഒരു പ്രശ്നം പരാതികളാണ്. പരാതി അല്ലേ? നിങ്ങളങ്ങനെയല്ല കാണാം. എന്താ 2 പറഞ്ഞ് 3-ാം വാക്കിന് പരാതികളാണ്. ഭർത്താവ് ഒരു സുഖമില്ല, മക്കളൊരു സുഖമില്ല, കുടുംബത്തിനൊരു സുഖമില്ല, ജോലിയൊരു സുഖമില്ല, ആരോഗ്യം ഒരു സുഖമില്ല, എപ്പോഴും നെഗറ്റീവ്സാണ്. എന്നാൽ ലഭിച്ചതിനോർത്തേക്ക് അനുഗ്രഹങ്ങൾ. ഹല്ലേലൂയ. നമ്മൾ പറയില്ലേ, പരാതിപ്പെടാൻ 10 കാര്യങ്ങളുണ്ടെങ്കിൽ ആനന്ദിക്കാൻ 1000 കാര്യങ്ങളുണ്ട്. 1000 ഒന്നുമല്ല. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഇല്ലായ്മകളെ ഓർക്കുന്നു, അല്ലെങ്കിൽ നഷ്ടങ്ങളെ ഓർക്കുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരാതിപ്പെടുന്നു. പക്ഷെ നമ്മൾ ഈ വർഷം അവസാനിക്കാൻ പോകുന്ന ഈ സമയത്ത്, പുതുവർഷം ആരംഭിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്ദി പറയാം ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത്. പിന്നെ ഓർത്തേക്ക് ഈ ഒരു വർഷം കൊണ്ട് എന്തുമാത്രം കൃപയിൽ വളരാൻ നമുക്ക് വേണം. അതൊന്ന് പരിശോധിക്കണം. എന്തുമാത്രം അവസരങ്ങൾ, വിശുദ്ധ കുർബാനകൾ, കുമ്പസാരിക്കാൻ പറ്റി, ഇത് വചനം കേൾക്കാൻ പറ്റി, കർത്താവിനെ സ്വന്തമാക്കാൻ പറ്റി, ക്രിസ്മസ് വീണ്ടും ആഘോഷിക്കാൻ പറ്റി, ഉന്നതമായ ദൈവിക സാന്നിധ്യത്താൽ നമ്മൾ നിറയപ്പെട്ടു. ശരിക്കും നമ്മൾ കുത്തിയിരുന്ന് ദൈവം ചൊരിഞ്ഞ കൃപകൾ, ദൈവം നൽകിയ ദാനങ്ങൾ, ദൈവം നൽകിയ അനുഗ്രഹങ്ങളൊക്കെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. അങ്ങനെ നന്ദി പറയുമ്പോൾ ദൈവബന്ധം കൂടും. അതാണ് ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 10 കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിച്ചു ഇല്ലേ? അതിലൊരുവൻ വന്നേ തിരിച്ചു പറഞ്ഞോളൂ, നന്ദി പറഞ്ഞോളൂ. കർത്താവ് ചോദിക്കുന്നുണ്ട്, ബാക്കി
9 പേരെവിടെ? എൻ്റെ പ്രിയപ്പെട്ട ദൈവം നന്ദി ആഗ്രഹിക്കുന്നുണ്ട്. ഈ നന്ദി എന്ന് പറഞ്ഞാൽ എന്താണ്? നന്ദി എന്തിനാ നന്ദി പറയുന്നത്? നമുക്കെന്തെങ്കിലും ചെയ്ത് തരുമ്പോഴാണ്. അതിലൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഇല്ലേ? ഒരു കമ്മിറ്റ്മെൻറ്റ്. ദൈവം നീ തന്നതാ, നിൻ്റെ ദാനോ, നിൻ്റെ അനുഗ്രഹം. അപ്പോൾ ദൈവത്തോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. എനിക്കൊരാളൊരു സഹായം ചെയ്യുമ്പോൾ ഞാൻ താങ്ക്സ് പറയുമ്പോൾ നീ തന്നതുകൊണ്ട് എനിക്ക് കിട്ടിയ, അപ്പം അതിനനുസരിച്ച് എളിമപ്പെടലുണ്ട്. ഇന്ന് ചില ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചില ആൾക്കാരൊക്കെ സഹായിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമ്മുടെ ശത്രുക്കളായിട്ട് മാറും. കാരണം അവർക്കൊരു തോന്നലുണ്ട്, അതിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ബാധ്യത എനിക്കുണ്ട്. അച്ഛൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഒരു ബാധ്യത. അതുകൊണ്ട് അവനെന്ത് ചെയ്യും? മാറിയെടുക്കും. എന്തെങ്കിലും കാരണം പറഞ്ഞ് വീട്ടിലെ കാണും. നിങ്ങൾ ചില സഹായിച്ചിട്ടുണ്ടോ, അവർ നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറും. കാരണം അവർക്ക് ആ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. എന്തോ പിന്നെ ചേട്ടനെ സഹായിച്ചിടൊന്നുമില്ല, എന്തെങ്കിലും പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കും, മാറിപ്പോവും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ അടിസ്ഥാനത്തിൻ്റെ ഒരു കാര്യമുണ്ട്. അതായത് ദൈവമായെല്ലാം തന്നെ അപ്പോൾ ദൈവത്തോട് നന്ദി പറഞ്ഞ്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തോട് ചേർന്ന് നിന്ന്, എല്ലാം തന്ന ദൈവത്തെ അംഗീകരിച്ച് ആ ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് ജീവിക്കാൻ നമ്മളെ എന്ത് സഹായിക്കും? ഈ നന്ദി പറച്ചിൽ സഹായിക്കും. നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഒരു പ്രാർത്ഥനയുണ്ട്. കുദാശവചനം കഴിഞ്ഞിട്ട് ദൈവം തന്ന ദാനങ്ങളെ ഓർത്ത് എന്താ പറഞ്ഞേ? നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അത് പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഓർക്കാറുണ്ടോ? കുർബാന സമയത്ത് ആ പ്രാർത്ഥന ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുദാശവചനം കഴിഞ്ഞിട്ട് ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച്, ഈശോ നമുക്ക് വേണ്ടി രക്തം ചിന്തി, ഈശോ നമുക്ക് വേണ്ടി മുറിവേറ്റു, ഈശോ നമുക്ക് വേണ്ടി ജീവൻ നൽകി, ഈശോ നമുക്ക് വേണ്ടി ദിവ്യകാരുണ്യമായിട്ട് മാറി. അങ്ങനെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞ് ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് വാങ്ങി പാനം ചെയ്യുവിൻ. ഈശോയെ തന്നെ തന്നിട്ട് നമ്മെ സ്നേഹിച്ചു. അതെല്ലാം ഓർത്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, എനിക്ക് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. എന്താണ്? നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് ദൈവം തന്നെ? അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. നോർത്തേക്ക് നന്ദി പറഞ്ഞാൽ തീരുമോ? എന്തിനാ നമ്മൾ അവിടുന്ന് എന്തിനാ മനുഷ്യാവതാരം സ്വീകരിച്ച? അവിടുത്തെ ദൈവിക ജീവനിൽ നമ്മെ പങ്കുകാരാക്കാൻ അവിടെ നമ്മുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. വീണ്ടും അധപ്പതിച്ചു പോയ നമ്മളെ സമുദ്ധരിച്ചു. അധപ്പതിച്ചു പോയി, പാപത്തിന്, തകർച്ചകൾക്ക് സമുദ്ധരിച്ചു എന്ന് പറയാ. മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു, ജീവിപ്പിച്ചു. വീണ്ടും പറയാ, പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി, ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിച്ചു. എന്താ നിങ്ങൾക്ക് മനസ്സിലായതിലൊക്കെ? കർത്താവ് നമ്മളെ ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്ത് മഹത്വമണിയിച്ചു. നമ്മളെ ഉയർത്തി, പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് കടങ്ങൾ വീട്ടി, പിശാചിൻ്റെ ശത്രുക്കളെ പരാജിതരാക്കി. അങ്ങനെ നമ്മളെ മഹത്വം, ആ ഒരു മഹത്വത്തിൻ്റെ സമ്പന്നതയിലാണ് ഫിലിപ്പി 4:19 പൗലോസ് പറഞ്ഞിട്ടില്ലേ, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകും. ഓർത്തേക്ക്, ആ എന്ന് പറഞ്ഞാൽ എന്താണ് മഹത്വത്തിൻ്റെ സമ്പന്നത? ഈശോ കുരിശിൽ നമുക്ക് വേണ്ടി അർപ്പിച്ച ബലി, നമുക്ക് വേണ്ടി ചെയ്ത പാപപരിഹാര പ്രവൃത്തി, നമുക്ക് വേണ്ടി ഈശോയെ തന്നെ തന്നു. ആ വലിയ ഒന്ന് ഓർത്തേക്ക്, നന്ദി പറഞ്ഞാൽ തീരുമോ? ഹലോ, നന്ദി പറഞ്ഞ് തീരുമോ? അതൊക്കെ വാക്കുകളൊക്കെ നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മൾ. പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്ത്യാനികളായി നമ്മൾ അമോയിസ ലഭിച്ചു, കുദാശ ലഭിച്ചു. ആ എന്താണ് കുദാശ എന്ന് പറഞ്ഞാൽ? അദൃശ്യമായ പ്രസാദവരത്തിൻ്റെ ദൃശ്യമായ നമ്മുടെ ഈ ആത്മീയമായ കാര്യങ്ങളൊക്കെ ശരിക്കും ഓർത്ത് നന്ദി പറയണം. നമ്മളിപ്പോഴും എന്താണ്, നമ്മളെപ്പോഴും എന്തിനൊക്കെ നന്ദി പറയാറ്? ചൊറിച്ചിൽ മാറി, കല്യാണം നടന്നു, വിദേശത്ത് പോയി, ജോലി കിട്ടി,
ഇതിന് നന്ദി. ഒന്നുമല്ല. അതിന് ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ശരിക്കും ഒന്ന് ധ്യാനിക്കും. കുർബാനയിലെ പ്രാർത്ഥന നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം ദൈവം ചൊരിഞ്ഞ കൃപകൾ, അനുഗ്രഹങ്ങൾ, കൂദാശയിൽ ലഭിച്ച അതിസ്വാഭാവികമായ കൃപകൾ. ഞാൻ വീണ്ടും പറയാ, നമ്മുടെ ജീവിതം ഇത് സ്വീകരിച്ചിട്ട് നന്ദി പറഞ്ഞ് അതിൽ ജീവിക്കണം. ഹല്ലേലൂയ. അതായത് ഞാൻ പറയും, അതിസ്വാഭാവികമായ കൃപകൾ അത് ലഭിക്കാൻ ഭാഗ്യം കിട്ടിയവരാരാ? നമ്മളാ. ഇത് നമ്മൾ സ്വന്തമാക്കി, ഇത് നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മിലൂടെ അനേകം പേർക്ക് കൊടുക്കണം. അപ്പം ഇത്രമാത്രം അനുഗ്രഹങ്ങൾ, കൃപകൾ, ദാനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നന്ദി പറയുമ്പോൾ നമ്മൾ എളിമപ്പെടും. അതല്ലേ മാതാവ് പറഞ്ഞ സ്തോത്രഗീതത്തിൽ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. കണ്ടോ? താഴ്മ, എളിമ, അവരെ ദൈവം അങ്ങോട്ട് ശക്തമായി. അതുകൊണ്ട് നന്ദി എവിടെ ഉണ്ടോ അവിടെ എന്തുണ്ട്? അനുഗ്രഹമുണ്ട്. ഞാൻ എപ്പോഴും പറയാം ആളുകളോട്, നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴും പരാതിപ്പെട്ട് എണ്ണിപ്പറക്കി നിരാശപ്പെട്ടിരിക്കാതെ നന്ദി പറ. നന്ദി പറയാൻ കാരണം കണ്ടെത്ത്. ചെറിയ കാര്യമായിരിക്കാം. എന്താണ് ചെറിയ കാര്യമൊന്നുമില്ല, എല്ലാം വലിയ കാര്യമാണ്. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ പറ്റി, ചെറിയ കാര്യമാണോ? ആണോ? എത്ര പേര് നന്ദി പറയാറുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി, അവളവിടെ, ആ പെൺകുട്ടി അമ്മയുടെ അമ്മ അച്ഛൻ്റെ അടുത്ത് വന്നു, നമ്മുടെ അടുത്തൊരു സഹായത്തിന് വേണ്ടി വന്നു. അതിന് അവസ്ഥ എന്ന് പറഞ്ഞാൽ, ആ കൊച്ച് വളർച്ചയുടെ കാലഘട്ടത്തിൽ ഈ കുഞ്ഞിൻ്റെ ഭയങ്കര അടിവേറ് വേദന. അങ്ങനെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയത് ആ കുഞ്ഞിൻ്റെ യൂട്രസിന് ദ്വാരമില്ല. ഈ മെൻസസ് വന്നിട്ട് ബ്ലഡ് ഡിസ്ചാർജ് ചെയ്ത് പുറത്ത് പോകാൻ ദ്വാരമില്ല. നോർത്തേക്ക് നമ്മൾ ഓർക്കുമ്പോൾ എന്തുമാത്രം കാര്യങ്ങളുള്ളേ. നമ്മൾ കണ്ണ് കാണുന്നു, ചെവി കേൾക്കുന്നു, പല പല ദ്വാരങ്ങളുണ്ട്. ഇപ്പം നമ്മൾ അവർ 4 മക്കളാണ്. അതിലൊരു കൊച്ച് ജനിച്ചപ്പോൾ തന്നെ മലദ്വാരമില്ല. ഈ വീട്ടിലെ 4 മക്കൾ, ഒരു കൊച്ചിന് ജനിച്ചപ്പോൾ മലദ്വാരമില്ല എന്ന് ഓർത്തേക്ക്. നമ്മൾ ചിന്തിക്കാറുണ്ടോ? ദൈവത്തിൻ്റെ ദാനം, നമ്മൾ ആരും ഉണ്ടാക്കിയതല്ല. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്ദി പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ നമ്മിലുണ്ട്. നന്ദിയുള്ള ഒരു ജീവിതം ജീവിക്കണം. അങ്ങനെ നന്ദി പറഞ്ഞാൽ, ദൈവമേ നീ എല്ലാം തന്നു, നീ എല്ലാം ക്രമീകരിക്കുന്നു, നീ നയിക്കുന്നു. നമ്മളൊക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മളൊക്കെ തീർന്നു പോകാവുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? അല്ലേ? മാനസികമായിട്ട് എനിക്കൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, മാനസികമായിട്ട് തകർന്ന് ഇല്ലാതായി പോകാമായിരുന്ന സംഭവങ്ങൾ, ഒറ്റപ്പെടുത്തപ്പെട്ട നിമിഷങ്ങൾ, അല്ലെങ്കിൽ എല്ലാം കൊണ്ട് തീർന്നു പോകാവുന്ന രീതിയിൽ. ചിലപ്പോൾ ചില പാപത്തിൽ നിന്നൊക്കെ നമ്മൾ കർത്താവ് പൊതിഞ്ഞു പിടിച്ചത് ആരും കാണാണ്ടും കേൾക്കാണ്ടും ഇല്ലേ? അങ്ങനെയില്ലേ? ഒത്തിരിയുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ സമയം കിട്ടുന്നതനുസരിച്ച് കുറച്ച് സമയം ഇരിക്കുക, ദൈവം തന്ന ദാനങ്ങളെ ഓർക്കുക, നന്ദി. അത് ഭയങ്കര ഒരു കാര്യം. പക്ഷെ ദൈവത്തിന് വേദന ഉണ്ടോ? നന്ദി കെട്ട ജനം, ദൈവത്തിൻ്റെ വേദന അത് പണ്ട് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ജനം എന്നെ ഉപേക്ഷിച്ചു. ജെറമ്യാ 2:13 പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ജനം എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ ജീവജലം പ്രദാനം ചെയ്യാൻ പറ്റല്ലാത്ത പൊട്ടക്കിണർ കുഴിച്ചു, എന്നെ ഉപേക്ഷിച്ചു. ഇത്ര നല്ല ദൈവം. ഞാൻ ഓർക്കാണ്, ഈ പിശാചിനെ കേട്ടുപോണ മനുഷ്യൻ്റെ പിശാച് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? നമ്മുടെ ശരീരമോ കഴിവോ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ പിശാചിനെ കേൾക്കാനാണെന്ന് എല്ലാവർക്കും പിശാചിന് നന്ദി പറയും. ഇപ്പം നമ്മുടെ പിള്ളേർ അടുത്താൽ മതി, പാപത്തിലേക്ക് നയിക്കുന്ന ആളുകളോടൊക്കെ ഭയങ്കര കമ്പനിയാണ്, ഫ്രണ്ട്സ്. സ്നേഹിക്കുന്ന അമ്മയോടൊന്നും വലിയ സ്നേഹമില്ല, അപ്പനോട് സ്നേഹമില്ല. ഇന്നലെ കണ്ട ഒരുത്തനോട് അവൻ്റെ പിന്നാലോടെ ഇറങ്ങിപ്പോവും. ഇന്നലെ കണ്ട ഒരുത്തൻ്റെ കൂടെ ഒരു മടിയില്ല. അപ്പോൾ ഈ ഒരു ജീവിതം, നന്ദിയില്ലാത്ത ജീവിതം. എനിക്ക് തന്നത് ദൈവമാണ്, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, എനിക്ക് വേണ്ടി അധ്വാനിച്ചു, എനിക്ക് വേണ്ടി ജീവൻ മാറ്റിവെച്ചവരാ. ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ പ്രായമായ കാരണവന്മാർ, അവരെ നമ്മൾ നോക്കണം. അവർ നമുക്ക് എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്, അവർ ത്യാഗം ചെയ്തു, ഉറക്കം വിളിച്ചു. അപ്പോൾ ഒരു നന്ദി എന്ന് പറയുന്ന ഒരു സംഭവം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ അത്യന്താപേക്ഷിതമായ അടിസ്ഥാനമായ ഒരു കാര്യമാണ്. അപ്പം എന്നാൽ നിങ്ങൾ ചിന്തിച്ചേ, നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ആ ഒരു നന്ദിയുടെ ഒരു ഭാവം നമുക്കുണ്ടോ? നന്ദിയുടെ ഭാവം. ഈ വർഷം അവസാനിക്കാൻ പോവുക, നന്ദിയുടെ ഒരു ഭാവം അതുണ്ടാവും. അതുകൊണ്ട് അതാ പറഞ്ഞേ, എപ്പോഴും ഹോംവർക്ക് പോലെ
ദിവ്യാനത്തിന് മുമ്പിലോ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഈശോയെ സ്വീകരിച്ചിട്ടോ ശാന്തമായിട്ട് ഒറ്റയ്ക്കിരിക്കുക. ഞാൻ എൻ്റെ ഈശോയും മാത്രം. എൻ്റെ കർത്താവ് ചൊരിഞ്ഞ കൃപകൾ, അനുഗ്രഹങ്ങൾ, എന്നെ നയിച്ച വഴികൾ, എന്നെ കാത്തുപരിപ പ്രത്യേകിച്ച് ഈ വർഷം ഇത് പരിശോധിക്കുക. എൻ്റെ കുടുംബത്തിന് ദൈവം ചൊരിഞ്ഞ കൃപകൾ, സാമ്പത്തികമായ മേഖലയിൽ, ജോലി മേഖലയിൽ, കുടുംബജീവിതത്തിൽ, മക്കളുടെ കാര്യത്തിൽ, പഠനത്തിൽ, അങ്ങനെ പിന്നെ നമ്മുടെ ശരീരത്തിൽ ദൈവം ചൊരിഞ്ഞ കൃപകളെ ഓർത്ത് നന്ദി പറയാം. മാത്രമല്ല, നമുക്ക് ഈ അടിസ്ഥാനത്തിൽ ദൈവത്തോടൊരു ബഹുമാനം വേണം. ഹല്ലേലൂയ. അതായത് നമ്മൾ നന്ദിയുടെ മറ്റൊരു വശം ബഹുമാനം. മലാക്കി പ്രവാചന പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനത്തിൽ ദൈവം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ പിതാവല്ലേ? ഞാൻ നിങ്ങളുടെ പിതാവല്ലേ? ഞാൻ നിങ്ങളുടെ പിതാവാണെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഹല്ലേലൂയ. ഒരു ബഹുമാനം. എനിക്കെല്ലാം തന്നു, എന്നെ ദൈവം നയിക്കുന്നു, ദൈവം നിയന്ത്രിക്കുന്നു. ആ ദൈവത്തോട് ഒരു ബഹുമാനം വേണം. മാത്രമല്ല, കർത്താവ് വിളിക്കുക, ഞാൻ നിങ്ങളുടെ യജമാനനല്ലേ? ദൈവം ചോദിക്കുക, ഞാൻ നിങ്ങളുടെ ആരാണ് യജമാനൻ, ഉടമസ്ഥൻ? നമ്മൾ ആരുടെയാ? നമ്മൾ 139-ാം സങ്കീർത്തനത്തിൽ 13 മുതൽ തിരുവചന ഭാഗത്തിൽ ദാവീദ് പറയുന്നുണ്ട്, എന്താണ് പറഞ്ഞത്? എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു, എന്നെ വിസ്മയനമായി സൃഷ്ടിച്ചു. അമ്മ എൻ്റെ അമ്മയുടെ അവിടുന്ന് മെനഞ്ഞ് അങ്ങയുടെ കരവേലിയാണ്. എഫേസ്യർ 2:10 പൗലോസ് പറഞ്ഞുണ്ട്, നാം ദൈവത്തിൻ്റെ കരവേലയാണ്. ദൈവം കരവേല ചെയ്തു, ദൈവം സൃഷ്ടിച്ചു, ദൈവം അവയവങ്ങൾ തന്നു, ദൈവം മെനഞ്ഞു, അത്ഭുതകരമായി സൃഷ്ടിച്ചു, വിസ്മയനമായി സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ അവകാശമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ദൈവത്തോടൊരു ബഹുമാനം വേണം. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ. അതുകൊണ്ട് തന്നെ ഈ ജെറമ്യാ പ്രവാചന പുസ്തകത്തിൽ ജെറമ്യാ പ്രവാചകൻ പലപ്പോഴും പറഞ്ഞൊരു വാക്കാണ്, ഒരു കാര്യമാണ്, ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടപ്രകാരം ജീവിച്ചു. എന്നാൽ നന്ദി കിട്ട വിചാരം, ഒരു ബഹുമാനമില്ല, ഒരു ദൈവഭയമില്ല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് എന്ത്? ദൈവഭയമില്ല. എനിക്ക് തോന്നിയിട്ടുണ്ടോ? ദൈവഭയമില്ല, ദൈവത്തോട് ബഹുമാനമില്ല. കാരണം ഇതൊക്കെ എൻ്റെ കഴിവാണ്, എൻ്റെ സ്വന്തമാണ്, എൻ്റെ നേട്ടമാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ നന്ദി പറയില്ല. നന്ദി പറയാതെ പോയാൽ പ്രിയപ്പെട്ട മക്കളെ, അത് അഹങ്കാരത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പം അതുകൊണ്ട് പ്രത്യേകമായിട്ടും നമ്മളെല്ലാത്തിനെയും ഓർക്കുക. നമ്മുടെ കുടുംബത്തെ ഓർക്കുക, മാതാപിതാക്കളെ ഓർക്കുക, ജീവിത പങ്കാളി ഓർക്കുക, മക്കളെ ഓർക്കുക, ലഭിച്ച ദാനങ്ങൾ ഓർക്കുക, കർത്താവ് നയിച്ച വഴികൾ ഓർക്കുക. എന്നിട്ട് പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരെയും ഓർത്ത്, എല്ലാറ്റിനെയും ഓർത്ത് എന്ത് പറയണം? നന്ദി പറയണം. നിന്നെ വേദനിപ്പിച്ചവരെ ഓർത്തും നന്ദി പറയണം. നിന്നെ വെറുക്കുന്നവരെ ഓർത്ത് നന്ദി പറയണം. നിനക്കിഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാകാൻ പാടില്ല. എല്ലാവരെയും ഓർത്ത് നന്ദി പറയണം. വേദനകളെ ഓർത്ത്, കഷ്ടപ്പാടുകളെ ഓർത്ത്, സങ്കടങ്ങളെ ഓർത്ത്, എല്ലാത്തിനെയും ഓർത്ത് എന്ത് പറയണം? നന്ദി. ആദ്യം നല്ല കാര്യങ്ങളൊക്കെ ഓർക്കുക. പിന്നെ മോശപ്പെട്ട കാര്യമൊന്നുമില്ല, എല്ലാവരും നല്ലവരാ, എല്ലാ കാര്യങ്ങളും നല്ലതാണ്. പക്ഷേ മാനുഷികമായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് നന്ദി പറയാൻ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാണ്. അതോടൊപ്പം തന്നെ ബാക്കിയെല്ലാം കുറച്ചും കൂടി വളർന്നിട്ട് എല്ലാവരെയും ഓർത്ത് നന്ദി പറയാം. സങ്കടങ്ങളെ ഓർത്തും അതൊക്കെ പറയുമ്പോണ്ടല്ലോ പ്രത്യേക ഒരു അനോയിൻറ്റിങ് അഭിഷേകം കർത്താവ് തരും കേട്ടോ. അപ്പം അതുകൊണ്ട് നന്ദിയുടെ ഒരു ജീവിതം നമ്മൾ ഒന്ന് നടത്തണം. മാത്രമല്ല അതിനുവേണ്ടി പരിശോധിക്കണം. കുറച്ച് സമയമെടുത്ത് ഈശോയുടെ കൂടെ ഇരുന്ന് നന്ദി പറഞ്ഞോ. നന്ദിയിലൂടെ ഒരഭിഷേകം. ഞാൻ ഈ പ്രായമായ അമ്മച്ചിമാരൊക്കെ പരാതി ഞാൻ പറയും, അമ്മച്ചി എന്തോരം അനുഗ്രഹങ്ങൾ തന്നാണ് ഈശോ. നന്ദി പറഞ്ഞ ഗുണമുണ്ട്. ഒരു പോസിറ്റീവ് എനർജി വരും, ഒരു പ്രത്യാശ, കർത്താവിലുള്ള ആശ്രയത്വം. മാത്രമല്ല ഒരു ഹോർമോണുകൾ പോലും അല്ലേ, നമ്മളിപ്പോൾ എപ്പോഴും ഇങ്ങനെ എണ്ണിപ്പറിക്കുന്ന നമ്മുടെ ഹോർമോണുകൾ പോലും രോഗഗ്രസ്തവും, വേണ്ടാത്ത രോഗങ്ങൾ വരും. നന്ദി പറഞ്ഞോ, പല രോഗങ്ങൾ മാറും. അതുകൊണ്ട് നന്ദിയുടെ ഒരു അടിസ്ഥാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് ചൊരിഞ്ഞ കൃപകൾ, ദാനങ്ങൾ, അനുഗ്രഹങ്ങൾ എത്രയോ ആണ്. എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങളാൽ നിറയപ്പെട്ട ഒരു വർഷമായിരുന്നു 2025. കർത്താവ് നമ്മളെ സ്വാഭാവികമായ കൃപകൾ നിറച്ച് നയിച്ചു. കർത്താവിൻ്റെ വലിയ പരിപാലന സംരക്ഷണം എന്തുമാത്രം അനുഭവിക്കാൻ പറ്റി. നമ്മുടെ കൂടെയായിരുന്ന അനേകം പേര് ഇന്ന് ഈ ലോകം വിട്ടുപോയിട്ടുണ്ട്. അനേകം പേര് തകർന്നു പോയിട്ടുണ്ട്, രോഗത്തിൽ പെട്ടുപോയിട്ടുണ്ട്. മാനസിക രോഗത്തിൽ ഡിപ്രഷനിൽ പെട്ടുപോയ മക്കളുണ്ട്. രക്ഷപ്പെടാൻ പറ്റാത്ത വിധം പല കെണികളിൽ പെട്ടുപോയ മക്കളുണ്ട്. പാപത്തിൻ്റെ കെണി, നാശത്തിൻ്റെ കെണിയിലൊക്കെ പെട്ടുപോയ മക്കൾ. അതിലൊന്നും പെടാതെ കർത്താവ് ഇന്ന് ജീവനോടെ ആയിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇനി ഈ അവസ്ഥയിലാണെങ്കിൽ കൂടിയും, ഈ വേദനയിൽ, ഈ രോഗത്തിലും അങ്ങയിൽ ആശ്രയിക്കുവാൻ, അങ്ങയുടെ കൂടെ ഇരിക്കാൻ ഞങ്ങൾക്ക് അങ്ങ് കൃപ നൽകി. ഞങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത്, ജീവിതത്തെ ഓർത്ത്
ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, നന്ദിയുടെ ജീവിതം ജീവിക്കുവാൻ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ നന്ദിയുടെ അടിസ്ഥാനത്തിൽ വലിയ അഭിഷേകം പ്രാപിച്ച് 2026 പ്രവേശിക്കാൻ അങ്ങയുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.